ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മളുടെ ലൈഫിൽ പല സന്ദർഭത്തിലും ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ എന്ത് സംഭവിച്ചേനെ എന്ന് തോന്നുന്ന കുറച്ച് മൊമെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു പിക്ക് കാണുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു ഇഞ്ച് വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടു പോയതാണെന്നുള്ളത്. നമ്മൾ പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും, ഒരു ഇഞ്ച് വ്യത്യാസത്തിലാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന്. എക്സാക്ട്ലി അതെന്താ സാധനം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോട്ടോയിൽ നോക്കിയാൽ മതി. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ ആ കാറിൻ്റെ പണിക്കൂറ്റം ഏറെക്കുറെ ഒരു തീരുമാനമായനെ. മൂപ്പര്, അതായത് ഈ ഒരു കാറിൻ്റെ ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീംലി ലക്കി ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ചിലപ്പോഴൊക്കെ ചില ബിസ്ക്കറ്റുകളോ അല്ലാന്നുണ്ടെങ്കിൽ ചില മിഠായികളോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് കുറച്ച് സംഭവങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. എന്തോ പാക്കിങ്ങിൽ വന്ന എറർ കൊണ്ടൊക്കെ ആയിരിക്കാം. എന്നാലും ഒരു ഫുഡ് ജാക്ക് പോട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു മിഠായി ജാക്ക് പോട്ട് പലപ്പോഴും കിട്ടിയിട്ടുള്ള ആളുകളായിരിക്കും നമ്മളിൽ പലരും. ഈ ഒരു ഫോട്ടോ നമ്മൾ ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നൂൽബലത്തിൽ ഈ ഒരു സംഭവം നിൽക്കുന്നതാണെന്ന് തോന്നും. എന്നിരുന്നാൽ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിയൊരു ഫോണായ സ്ഥിതിക്ക് ഇത് നൂൽബലത്തിൽ നിർത്തിയതാണോ എന്നും നമുക്ക് ചിന്തിക്കാവുന്നതാണ്. പിന്നെ വേറെ വെറൈറ്റി ഫാഷനുള്ള സംഭവങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ. അതായത് പോക്കറ്റിൻ്റെ ആ ഒരു പോർഷൻ മാത്രം ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇതേപോലുള്ള ഐഫോൺ 11 12 സാധനങ്ങളൊക്കെ ആ ഒരു പോക്കറ്റിലിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലൂടെ വരുന്നവർക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അത്തരത്തിലുള്ള പാൻറ്റുകൾ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇനി അത്തരത്തിലുള്ള ഒരു സാധനമാണോ ഇതെന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഇതേപോലെ ബാറുകൾ കാര്യങ്ങളൊക്കെ താഴെക്കൂടെ കനാലോ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഓടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതേപോലുള്ള ഒരു കമ്പിയുടെ ഇടയിലൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ പലപ്പോഴും നമ്മൾ സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ് ടാക്കോലോ അതേപോലെ തന്നെ ഫോണോ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ പോകാതിരിക്കാൻ. അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുമോ എന്നുള്ള കാര്യത്തിലൊരു സംശയമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ അറുത്ത് മുറിച്ച് ആകെ സീനാക്കേണ്ടി വരും. അപ്പോൾ എക്സ്ട്രീംലി വേറൊരു ഭാഗ്യവാനായിട്ടുള്ളൊരു പേഴ്സണാണ് മൂപ്പരുടെ താക്കോൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തെന്നിയിരുന്നെങ്കിൽ വീണേനെ എന്നുള്ളൊരു ഗ്യാപ്പിലാണ് ഈ നിൽക്കുന്നത്. എന്തായാലും നൈസായിട്ടുള്ളൊരു കാര്യമായിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ. നമ്മളുടെ ഒക്കെ വീഴാന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി ആ ഒരു ഉള്ളി കൂടെ തന്നെ പോകാറുണ്ടെന്നുള്ളതാണ്. ഈ ഒരു ഫോട്ടോയിൽ നമ്മൾ കാണുന്നത് അവരുടെ ഗ്രാൻഡ് പാരൻസ് 66 കൊല്ലം മുന്നേ അവരുടെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിക്ക് യൂസ് ചെയ്തിട്ടുള്ള സെയിം ട്രക്കാണ്, അതായത് കൊച്ചുമകൻ ഈ ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. എന്തായാലേ ഈ ഒരു വിമാനത്തിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പാടത്താണ് ലാൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ചെറിയ ഒരു വിമാനമാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ സാധിക്കും. അപ്പോൾ എഞ്ചിൻ ഫെയിലിയർ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരു പാടത്ത് മൂപ്പരെ കൊണ്ട് ലാൻഡ് ചെയ്യിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തായിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആളപായോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ഓടിച്ചിരുന്ന ആൾക്ക് വരെ അപായമോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു ഇൻസിഡൻറ്റിൽ ആർക്കും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും പറ്റിയില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ഈ ഒരു ഫോട്ടോ അത്യാവശ്യം കൗതുകം ഉണ്ടാകുന്ന ഒരു ഫോട്ടോ തന്നെയാണ്. 4 ജനറേഷനാണ് ഈ ഒരു ഫോട്ടോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതും ഒരേ കോസ്റ്റ്യൂമിൽ. ഈ മൂപ്പർ ഒരു മ്യൂസിയത്തിൽ പോയതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ചിത്രം മൂപ്പരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മൂപ്പർ അത് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ഇത് ഞാനാണല്ലോ എന്നുള്ളൊരു ചിന്തയിലോട്ട് എത്തിയത്. ഏറെക്കുറെ 111 വർഷം മുൻപത്തെ ഒരു സമുറായുടെ ഒരു ചിത്രമായിരുന്നു അത് എന്നുള്ളതാണ്. എന്തായാലും മൂപ്പർ ഡോപ്പിൾ ഗാങ്ങറാണോ അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, തലമുറകൾ മുൻപ് എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും നല്ല അടിപൊളി ക്ലോസിനഫ് ആയില്ലേ. ഈ ഒരു ഫോട്ടോ നമ്മൾ ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു പശു ഒരു പെണ്ണിന് ഉമ്മ കൊടുക്കുന്നത് പോലെ മാത്രമേ നമുക്ക് തോന്നുള്ളൂ. എന്നിരുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് 2 ചെവിയുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ്. ബാക്കിലത്തെ ഒരു കുഞ്ഞു പശു പറ്റിച്ച പണിയാണ്, അത് വേറെ കാര്യം. ഈ ഒരു ഫോട്ടോയുടെ അടിയിലുണ്ടായ ക്യാപ്ഷനാണ് ഒരു രസം. അതായത് 59 വർഷമായി കല്യാണം കഴിഞ്ഞാൽ ഇപ്പോഴും എൻ്റെ മുത്തശ്ശിനെ ഇമ്പ്രസ് ചെയ്യിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതായിരുന്നു ഈ ഒരു അടിപൊളി ചിത്രത്തിൻ്റെ ക്യാപ്ഷൻ എന്ന് പറയുന്നത്. ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് ആ ഒരു ഫോട്ടോയിൽ ശരിക്കും ആ ഒരു മൊമെൻറ്റിൽ അവർ എന്താ പറയുക, ഫുൾ 100% ആണ് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു തരത്തിലല്ലേ ഈ ഒരു ഫോട്ടോ കാണുന്നത്. ഈ ഒരു ഫോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റാൻഡം ആയിട്ടുള്ളൊരു ക്ലിക്കാണ്. എന്നിരുന്നാലും ഒരു ഫോട്ടോ എടുത്തതിന് ശേഷമാണ് ഈ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയും അതേപോലെ തന്നെ മൂപ്പരിട്ടിരിക്കുന്ന ഡ്രസ്സും അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിലുള്ള വീടും അതേപോലെ തന്നെ കാറും എല്ലാം ഏറെക്കുറെ മാച്ചായി വന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്തായാലും ഭയങ്കര ഒരു കോയിൻസിഡൻസ് ആയിട്ടുണ്ടത്. ഈ ഒരു ഫോട്ടോയിൽ കാണാൻ സാധിക്കുന്ന ഒരു ദൃശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇത്തിരി പഴയൊരു ഫോട്ടോ ഉണ്ടോ. അതായത് ഈ ഒരു പക്ഷി ഉണ്ടല്ലോ, ആളുടെ നമ്പർ പ്ലേറ്റ് കവർ ചെയ്തേക്കാണ് ആ ഒരു ഫോട്ടോ എടുത്ത ടൈമിൽ. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ സ്പീഡ് ടിക്കറ്റ് അടിക്കില്ല നമ്മളുടെ. അതായത് നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ സ്ഥലത്ത് ക്യാമറകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആവശ്യത്തിലധികം സ്പീഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലോട്ട് കത്ത് വരുന്നൊരവസ്ഥയാണ് ഇപ്പോൾ പല സ്ഥലത്തും ഉള്ളത്. അപ്പോൾ അതേപോലുള്ള ഒരു കത്ത് കിട്ടാനുള്ള ഒരു ചാൻസാണ് ഈ ഒരു പക്ഷി നൈസായിട്ട് തടഞ്ഞത്. എന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് ഭാഗ്യമുള്ളൊരു മനുഷ്യൻ തന്നെയാണ് ആള്. അതിഭാഗ്യവാന്മാരായിട്ടുള്ള 2 ആളുകൾ അടുപ്പിച്ചടുപ്പിച്ച് കാർ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഈ ഒരു ഫോട്ടോയിൽ ജസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വേറെ ഒന്നുമല്ല, ഒരു മരം നൈസായിട്ട് മറിഞ്ഞു വീണേക്കുന്ന ഒരു ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും ഈ ഒരു 2 കാറിൻ്റെ ഇടയിലൂടെ ആരോ പറഞ്ഞ് ചെയ്യിപ്പിച്ചേക്കുന്നത് പോലെ ആയിരുന്നു ഈ ഒരു മരം വീണത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ഏറെക്കുറെ ഒരു തീരുമാനമാവുന്ന ഒരു തരത്തിലാണ് ഈ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഈ ഒരു ഫോട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് ഒരു ചങ്ങായി ക്ലിക്ക് ചെയ്തൊരു ഫോട്ടോ ആണ്. വേറൊന്നുമല്ല, ആളുടെ പ്ലെയിൻ സീറ്റിൽ നിന്ന് നോക്കിയപ്പോൾ ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്ന ഒരു പിക്ക് മൂപ്പര് കണ്ടപ്പോൾ, അതായത് ഒരു ദൃശ്യം മൂപ്പര് കണ്ടപ്പോൾ അത് ഒരു പിക്ചറിൽ പകർത്തിയതാണിത്. ഇതെന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫോട്ടോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതേപോലൊക്കെ കാണുന്നുണ്ടെങ്കിൽ വേറെ വൈബായിരിക്കുമല്ലോ, റോക്കറ്റൊക്കെ ലോഞ്ച് ചെയ്യുന്നതൊക്കെ കാണുകയെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതലും കുറച്ച് ഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് പണി കിട്ടുന്ന മൊമെൻറ്റ്സ് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിച്ചത്. ഈ ഒരു വീഡിയോ അത്യാവശ്യം ഫണ്ണി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ എന്നെ പേഴ്സണലായിട്ട് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ID RZEN ആണ്. ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്, സ്റ്റേ ഹോം.